ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സ്റ്റാർ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിഷ് വാഷ് എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ്. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ടും വേണ്ടത് 2 സാധനങ്ങളാണ്. ഒന്ന് ഇഞ്ചി, പിന്നെ വേണ്ടത് പേസ്റ്റ്. ഈ 2 സാധനങ്ങൾ നമുക്കിടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് കിച്ചണിലെ സിങ്ക്, വാഷ് ബേസിൻ, അതുപോലെ തന്നെ നമുക്കിടെ ഫ്രിഡ്ജ് എന്നീ സാധനങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കുന്നതിനും വലിയ പ്രയാസമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുറച്ച് ഇഞ്ചിയും പേസ്റ്റും മാത്രം മതി ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇഞ്ചിയാണ്. അപ്പോൾ ഇത്രയും മതിയായിരിക്കും കേട്ടോ. നമുക്ക് ഇഞ്ചിയൊക്കെ നമുക്കിടെ ഇഷ്ടത്തിന് ഇഞ്ചിയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടേ ഉള്ളൂ. അത്രയും ഇഞ്ചി നമ്മൾ എടുത്തിട്ട് അത് ചെറിയ പീസുകളാക്കിയിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ നീരാട്ടോ അത്. പിന്നെ നമുക്ക് മിക്സ് ചെയ്യാനുള്ളത് പേസ്റ്റാട്ടോ. ഞാൻ കൈ കാണിച്ച് അത്രയും പേസ്റ്റ് മതി. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് യോജിപ്പിച്ചാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് ഇത്ര നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് പേസ്റ്റ് ആയതുകൊണ്ട് മിക്സ് ആവാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ. കുറച്ച് നേരം കൈ ഇട്ടിങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നോർമലി അതിലേക്ക് ആയിക്കോളും, മിക്സ് ആയിക്കോളും. അപ്പോൾ ഒന്ന് ഒരു 2-3 മിനിറ്റ് എടുത്ത് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ ഹാൻഡ് വാഷിൻ്റെ കാലിയായ ബോട്ടിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കുഞ്ഞു ബോട്ടിലാണ് ഒഴിച്ച് വെച്ചേക്കുന്നത്. അതുപോലുള്ള കുഞ്ഞു ബോട്ടിലിനോ നമുക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. ഇത്ര വട്ടം നമുക്ക് ആകെ ടോട്ടലി കിട്ടിയിട്ടുള്ളത്. ഈ ബോട്ടിലാക്കി ഞാൻ ഇത് കണ്ടോ, നമ്മൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കിടെ എല്ലാവരും ഗ്യാസ് അടുപ്പിൻ്റെ അവസ്ഥ ഇതൊക്കെ ആയിരിക്കും. ഇപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാട്ടോ. എണ്ണമയവും എണ്ണമീഴുക്കും ഒക്കെ ആയിട്ട് ഗ്യാസ് അടുപ്പ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മളുണ്ടാക്കിയ ഡിഷ് വാഷ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഫസ്റ്റിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ട് നന്നായിട്ട് എണ്ണ ഒഴുക്കണ്ടേ. കണ്ട് അവിടെയൊക്കെ എന്തൊക്കെയോ വീണ് അവിടെയൊക്കെ ആകെ വൃത്തികേടായിരിക്കുകയാണ്. ഇവിടെ അത് കണ്ടോ. ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാൻ കാരണം ഇതൊക്കെ നമ്മളത് സാധനം ഉപയോഗിച്ച് ഡിഷ് വാഷ് ഉപയോഗിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പായിട്ട് ഞാനതൊക്കെ കാണിച്ചു തന്നാണേ. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ ഒരു കുഞ്ഞു പീസ് തുണി എടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ചെന്നോണം നമ്മളുണ്ടാക്കി വെച്ച ഡിഷ് വാഷ് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി തുടച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒറ്റ തുടയ്ക്ക് തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2 സാധനങ്ങൾ മാത്രം മതിയല്ലോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ അടുപ്പിൽ വീണേക്കണ കറിയൊക്കെ ഇതുകൊണ്ട് തുടച്ചിട്ട് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പൈസ ഒരുപാടാവുമോ അങ്ങനെയൊന്നും ചിന്തിക്കുകയൊന്നും വേണ്ട. അതിൻ്റെ ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. മൊത്തത്തിലൊന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാമേ. ഓക്കെ, നോക്കി ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ല. ഇത് അവിടെ ഉണ്ടായിരുന്ന കറകളൊക്കെ നല്ല സൂപ്പറായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, എല്ലാ കറകളും പോയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. അവിടെയൊക്കെ പറ്റി പിടിച്ചിരുന്നു എല്ലാം നല്ല നീറ്റായിട്ട് മാർക്കറ്റ് കിട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു ഡിഷ് വാഷായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതുകൊണ്ട് വേറെയും ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക്
ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പഴയ ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ, ഗ്ലാസ്സിനൊക്കെ അതിൻ്റെ മങ്ങിയ പോലെ ആയിരിക്കും അതിൻ്റെ ഗ്ലാസ്. അപ്പോൾ ഇത് വെച്ച് കഴുകുവാണെങ്കിൽ നല്ല പുത്തൻ ഗ്ലാസ് പോലെയൊക്കെ നമുക്ക് കിട്ടും. കണ്ടോ, ആദ്യം കണ്ട ഗ്ലാസ്സാണ് ഇത്. നല്ല പുതിയ ഗ്ലാസ് പോലെ നല്ല സൂപ്പറാക്കി കിട്ടുന്നുണ്ട്. നമുക്കത് ഡിഷ് വാഷ് കൊണ്ട് തന്നെ കഴുകി നീറ്റാക്കിയതാണ്. നല്ല ഭംഗിയിലിരിക്കും. കണ്ടോ, പിന്നെ ഞാൻ സിങ്ക് ജസ്റ്റ് ഒന്ന് കഴുകി നല്ല നീറ്റാക്കി നല്ല സൂപ്പറാക്കി. കണ്ടോ, ചെളിയൊക്കെ കറയൊക്കെ പിടിച്ചതാണെങ്കിലും നല്ല നീറ്റായിട്ട് വന്ന കറകളൊക്കെ എല്ലാം കംപ്ലീറ്റ് മാറി കേട്ടോ. ടാപ്പൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല തിളക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിടെ ഒരു ഇഞ്ചിയും പേസ്റ്റും വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡിഷ് വാഷാണിത്. നല്ല എളുപ്പമാണിത് ഉണ്ടാക്കാനും. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.